യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും സർക്കിൾ എന്ന് പറഞ്ഞ കമാൻഡിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരത്തെ വീഡിയോസിൽ നമ്മൾ ഇതിനെപ്പറ്റി എല്ലാം ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മൊത്തത്തിൽ ഈ ഒരു 6 മെത്തേഡിനെ പറ്റി ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 2 മെത്തേഡാണ് സെൻറ്റർ റേഡിയസ് എന്ന് പറഞ്ഞൊരു മെത്തേഡും സെൻറ്റർ ഡയമീറ്റർ എന്ന് പറഞ്ഞ മെത്തേഡും. അപ്പോൾ ഈ 2 മെത്തേഡ് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാനാണെങ്കിൽ ഒരു സെൻറ്റർ പോയിന്റ് അറിയണം, അതുപോലെ ഒന്നിലെ റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ. ഈ 2 വാല്യൂസ് അറിയാമെങ്കിലാണ് നമുക്ക് ഈ 2 മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിപ്പം ഒരു സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് എവിടെയാണെന്നും അറിയാം, അതുപോലെ അതിൻ്റെ റേഡിയസും അറിയാമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സെൻറ്റർ റേഡിയസ് എന്ന് പറയുന്നത്. സെൻറ്റർ റേഡിയസ് എന്ന് പറഞ്ഞ മെത്തേഡ്. ഇപ്പോൾ എനിക്ക് ദാണ്ട് ഈ ഒരു ലൈനിൻ്റെ ഈ ഒരു എൻ പോയിന്റിലാണ് എൻ്റെ സർക്കിളിൻ്റെ സെൻറ്റർ വേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം സി എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. സി എന്ന് പറയുന്നത് സർക്കിളിൻ്റെ കമാൻഡാണ്. സി ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ അവരവിടെ ചോദിക്കും സെൻറ്റർ പോയിന്റ് എന്നുള്ളത്. ഞാനിപ്പോൾ ഇതാണ്ട് ഈ എൻ പോയിന്റ് സെൻറ്റർ പോയിന്റ് ആയിട്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് എനിക്കിപ്പോൾ ഡയമീറ്റർ എത്രയാണോ വേണ്ടത് ആ ഡയമീറ്റർ അവിടെ പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോൾ അവിടെ ഒരു വാല്യൂ കൊടുത്തത് 50 എന്ന് പറഞ്ഞൊരു വാല്യൂ. അപ്പം ഈ 50 എന്നുള്ള വാല്യൂ വളരെ ചെറുതായതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് അവിടെ കിട്ടാഞ്ഞത്. അപ്പം ഇങ്ങനത്തെ കേസ് വരുവാണെങ്കിൽ നമ്മൾ ആദ്യം ഇസഡ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇ എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ആ സർക്കിൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കും. ഇപ്പോൾ ഞാൻ ലൈൻ എടുത്തു, ഒരു ലൈൻ വരച്ചു. ഓക്കെ, എനിക്കിപ്പോൾ ഈ ഒരു എൻ പോയിന്റിലാണ് സർക്കിൾ വേണമെങ്കിൽ സി എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് എൻ പോയിന്റ് കൊടുത്തു. എനിക്ക് അവിടെ വേണ്ട വാല്യൂ എത്രയാണോ സർക്കിളിൻ്റെ റേഡിയസ്, ഞാനിപ്പോൾ ഒരു 50 എന്ന് വാല്യൂ കൊടുത്തു, എൻ്റർ അടിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനെ ഒരു ലൈൻ വേണമെന്നില്ല. ഇപ്പം ഈ സ്ക്രീനിൽ ഏത് പോയിന്റ് വേണമെങ്കിലും സെൻറ്റർ ആയിട്ട് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് എത്രയാണോ റേഡിയസ് വേണ്ടത് ആ റേഡിയസ് വാല്യൂ എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്കവിടെ സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഇതാണ് സെൻറ്റർ റേഡിയസ് എന്ന് പറഞ്ഞ മെത്തേഡ്. സെൻറ്റർ പോയിന്റും റേഡിയസും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സർക്കിൾ വരയ്ക്കാം. ഇത് തന്നെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് സെൻറ്റർ ഡയമീറ്റർ. ഇവിടെ നമ്മൾ റേഡിയസ് വാല്യൂ ആണ് പറഞ്ഞത്, അതിന് പകരം സി ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഒരു സെൻറ്റർ പോയിന്റ് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ദാണ്ട് ഇവിടെ ഡയമീറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഡയമീറ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എത്രയാണോ ഡയമീറ്റർ വേണ്ടത് ആ ഡയമീറ്റർ വാല്യൂ പറഞ്ഞു കൊടുക്കുക. എനിക്ക് ഡയമീറ്റർ 100 ആണ് വേണ്ടതെങ്കിൽ 100 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കിവിടെ 100 ഡയമീറ്റർ ഉള്ളൊരു സർക്കിൾ കിട്ടും. അപ്പോൾ ഈ 2 കേസിലും നമുക്കിപ്പോൾ ഈ കൊടുത്ത നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ അനുസരിച്ച് തന്നെയാണോ സർക്കിൾ ക്രിയേറ്റ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ ദാണ്ട് ഈ ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ റേഡിയസ് എന്നൊരു ഓപ്ഷനുണ്ട്, ഡയമീറ്റർ എന്നുണ്ട്. അപ്പോൾ ഈ റേഡിയസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ സർക്കിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അവിടെ റേഡിയസ് വാല്യൂ നമുക്ക് കാണാൻ പറ്റും. റേഡിയസ് 50 എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് കണ്ട് ഇവിടെ ഇപ്പം ചെറിയൊരു രീതിയിലാണ് ഇതിൻ്റെ ഡയമെൻഷൻ്റെ സ്റ്റൈൽ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിം സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ഡിം സ്റ്റൈൽ എൻ്റർ അടിച്ചു. എന്നിട്ട് കണ്ട് ഇവിടെ മോഡിഫൈ എന്നുള്ളത് വരിക. നേരെ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ വന്നു. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് ആയിട്ട് ഇപ്പോൾ 0.18 എന്നുള്ള കിടക്കുന്നത്. ഞാനിപ്പോൾ അവിടെ ഒരു ടെക്സ്റ്റ് ആയിട്ട് 1 കൊടുത്തു, ഓക്കെ കൊടുത്തു. എന്നിട്ടിത് സെറ്റ് കറണ്ട് എന്ന് കൊടുത്തു, ക്ലോസ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് ആയിട്ട് 1 എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ ഇതെനിക്ക് കുറച്ചുകൂടെ വലുതായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ഡയമെൻഷൻ സ്റ്റൈൽ എടുത്തിട്ട് ഈ 1ന് പകരം നമുക്ക് എത്രയാണോ അവിടെ വാല്യൂ ഉണ്ട്, ഞാനിപ്പോൾ ഒരു 5 എന്ന് കൊടുത്തു, ഓക്കെ കൊടുക്കുക, സെറ്റ് കറണ്ട്, ക്ലോസ്. അപ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ആയിട്ട് 5 വരുന്ന രീതിയിൽ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇത് റേഡിയസ് ആയതുകൊണ്ടാണ് R50 എന്നുള്ള രീതിയിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയമീറ്റർ ആണ് ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഡ്രോപ്പ് ഡൗണിൽ ഡയമീറ്റർ എന്നുള്ള എടുക്കുക. എന്നിട്ട് ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഡയമീറ്റർ ആണെങ്കിൽ ഇവിടെ 100 എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, ഈ രീതിയിൽ നമുക്കിപ്പോൾ ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുക, റേഡിയസും ഡയമീറ്ററും ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളൊരു സർക്കിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാണ്ട് ഈ കാണുന്നതാണ് സെൻറ്റർ പോയിന്റുകൾ. പിന്നെ ഈ 4 കോർണറിൽ കാണിച്ചേക്കുന്നത് 0 ഡിഗ്രി, 90 ഡിഗ്രി, അങ്ങനെ ഡിഗ്രി റെപ്രസെൻറ്റേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഇതിനെ നമുക്ക് 4 ക്വാഡ്രന്റ് പോയിന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ക്വാഡ്രന്റ് പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് 2 മെത്തേഡ് എന്ന് പറയുന്നത്, സെൻറ്റർ റേഡിയസും സെൻറ്റർ ഡയമീറ്ററും. അടുത്ത 2 മെത്തേഡാണ് 2 പോയിന്റ് മെത്തേഡും 3 പോയിന്റ് മെത്തേഡും. അതായത് നമുക്ക് ഈ സെൻറ്റർ പോയിന്റ് കറക്റ്റ് അറിയത്തില്ല, പകരം ഡയമീറ്ററിൻ്റെ 2 എൻ പോയിന്റ്സ് എവിടെയാണ് വരുന്നതെന്ന് അറിയാം. അങ്ങനെ ഉണ്ടെങ്കിലാണ് ഈ 2 പോയിന്റ് എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു എന്തെങ്കിലുമൊക്കെ സിമ്പൽ പോലത്തെ സാധനങ്ങൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ സിമ്പൽ പോലെ വരയ്ക്കേണ്ട സമയത്ത് എനിക്കിപ്പോൾ ഈ ഒരു 2 ലൈനിൻ്റെ ഇടയിലാണ് ഒരു സർക്കിൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ സെൻറ്റർ പോയിന്റ് കറക്റ്റ് ഈ 2 പോയിന്റിലെ സർക്കിൾ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. ആ രീതിയിൽ നമുക്ക് സർക്കിൾ വരയ്ക്കേണ്ട ഒരു കേസാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ അതിന്റെ ഡയമീറ്റർ എത്ര വേണമെന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല, സെൻറ്റർ എവിടെ വരണമെന്നും കറക്റ്റ് അറിയത്തില്ല.
അപ്പം നമുക്ക് വരച്ചെടുക്കാൻ പറ്റും, പക്ഷെ അതിലും എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ 2 പോയിന്റ് എന്ന് പറയുന്നത്. സി ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇവിടെ 2P എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ വേണ്ട ഫസ്റ്റ് എൻ പോയിന്റ് ആയിട്ട് ഇതും സെക്കൻഡ് എൻ പോയിന്റ് ആയിട്ട് ഇതും കാണിച്ചു കൊടുത്താൽ അതിനിടയിൽ ഇപ്പോൾ ഇത് കുറച്ച് നീങ്ങിപ്പോയതാണ്, നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഈ കറക്റ്റ് പോയിന്റ് കൊടുത്താൽ അതിൻ്റെ ഇടയിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഇവിടെ 2 പോയിന്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്ത് വരയ്ക്കാം. ഇപ്പം എനിക്ക് വേണ്ട ഈ രണ്ട് എൻ പോയിന്റ്സ് വരണമെങ്കിൽ സി ടൈപ്പ് ചെയ്യുക, 2P എന്നുള്ള ഓപ്ഷൻ എടുക്കുക, ഫസ്റ്റ് എൻ പോയിന്റ് ആയിട്ട് ഇതും സെക്കൻഡ് എൻ പോയിന്റ് ആയിട്ട് ഇതും കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ജോയിൻ ചെയ്ത് നമുക്കൊരു സർക്കിൾ ഇവിടെ വരയ്ക്കാം. ഓക്കെ, അതാണ് 2 പോയിന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് 3 പോയിന്റ് മെത്തേഡ് എന്ന് പറഞ്ഞത്. ഇപ്പം നമുക്കിപ്പം ഒരു 3 ലൈൻ ഉണ്ട്. അപ്പോൾ ഈ 3 ലൈനിൽ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ, ഇത് കറക്റ്റ് ഡയമീറ്ററിന് എൻ പോയിന്റ് ആയിരുന്നു. ഈ 3 പോയിന്റ് എന്ന് വെച്ചാൽ ഈ 3 പോയിന്റ് ഇപ്പം നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും 3 പോയിന്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ സർക്കിൾ വേണമെങ്കിലാണ് 3 പോയിന്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ സി ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക, 3P എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ് കാണിച്ചു കൊടുത്താൽ അതിന് ആ 3 പോയിന്റുകൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സർക്കിൾ വരയ്ക്കും. ഇത് തന്നെ ഇപ്പം ഞാനിവിടെ 3P എടുത്തിട്ട് ഇപ്പം നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഇത്, സെക്കൻഡ് പോയിന്റ് ഇത്, തേർഡ് പോയിന്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആ 3 പോയിന്റുകൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ സർക്കിൾ വരും. നമ്മൾ സെലക്ട് ചെയ്ത് നോക്കിയാൽ ഇതിന്റെ സെന്റർ എവിടെയാണോ വരാൻ സാധ്യതയുള്ളൂ അവിടെ ആയിരിക്കും സെന്റർ പോയിന്റ് നമുക്ക് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇനി അത് ഇങ്ങനെ ഈ ലൈൻ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും പോയിന്റ് കാണിച്ചു കൊടുത്താലും മതി. എനിക്കിപ്പോൾ എന്താണ് ഈ സർക്കിളും ഈ ലൈനിന്റെ എൻ പോയിന്റും ടച്ച് ചെയ്യുന്ന രീതിയിലൊരു സർക്കിൾ വേണം. അപ്പോൾ ഞാനിവിടെ സി എൻ്റർ അടിച്ചു, 3P എടുത്തു, ഒരു പോയിന്റ് ഇവിടെ കൊടുത്തു, സെക്കൻഡ് പോയിന്റ് ആണ്ട് ഇവിടെ കൊടുത്തു, തേർഡ് പോയിന്റ് ഈ ലൈനിന്റെ എൻഡ് കൊടുത്തു. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിലും ഈ ഒരു മെത്തേഡിനെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കാണിച്ചു കൊടുക്കുന്ന 3 പോയിന്റുകൾ ജോയിൻ ചെയ്തായിരിക്കും സർക്കിൾ അവിടെ ക്രിയേറ്റ് ആകുന്നത്. ഓക്കെ, അതാണ് ഈ 2 പോയിന്റ് എന്ന് പറഞ്ഞ മെത്തേഡും 3 പോയിന്റ് എന്ന് പറഞ്ഞ മെത്തേഡും. ഇനി അടുത്ത രണ്ട് ഓപ്ഷനാണ് ടാൻ റേഡിയസും ടാൻ. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടാൻജന്റ് ലൈനും തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാവുന്നതാണ്. അതായത് ഇപ്പം എനിക്കിപ്പോൾ ഒരു 2 ലൈനുകളുണ്ട്, ഇങ്ങനൊരു ലൈനും പോകുന്നുണ്ട്, ഇങ്ങനൊരു ലൈനും പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ലൈനുകളും ടാൻജന്റ് ആയിട്ട് വരണം. അതായത് നമുക്ക് അവിടെ ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിന്റെ 2 ടാൻജന്റ് എന്ന് വെച്ചാൽ സർക്കിളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് മാത്രമേ പോകാവുള്ളൂ, ക്രോസ് ചെയ്യരുത്. 2 പോയിന്റ് ടച്ച് ചെയ്യരുത്, ഒറ്റ പോയിന്റിൽ ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് പോകുന്ന രീതിയിൽ വരുന്ന ലൈനെയാണ് നമ്മൾ ടാൻജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ലൈനും ടാൻജന്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഒരു സർക്കിൾ വേണം. അതിന്റെ റേഡിയസ് നമുക്കറിയാം, പക്ഷെ ആ സെന്റർ എവിടെ വരണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ ടാൻ റേഡിയസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സി ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എന്നിട്ടാണ്ട് ഇവിടെ TTR എന്നുള്ള രീതിയിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവരവിടെ ചോദിക്കുന്നത് ഫസ്റ്റ് ടാൻജന്റ് പോയിന്റ് എന്ന്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ടാൻജന്റ് ലൈനായിട്ട് ഇതും, അടുത്ത ചോദിക്കുന്നത് സെക്കൻഡ് ടാൻജന്റ് ലൈൻ എന്നുള്ള സെക്കൻഡ് ടാൻജന്റ് ലൈനായിട്ട് ഇതും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് അവർ ചോദിക്കുന്നത് സ്പെസിഫൈ റേഡിയസ് ഓഫ് സർക്കിൾ എന്നാണ്. എനിക്കിപ്പോൾ ഒരു 100 റേഡിയസ് ഉള്ളൊരു സർക്കിളാണ് വേണ്ടെങ്കിൽ 100 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മൾ ഈ 2 ലൈനുകളും ടാൻജന്റ് ആയിട്ട് വരുന്ന 100 റേഡിയസ് ഉള്ള സർക്കിൾ എവിടെയാണോ വരാൻ സാധ്യതയുള്ളത് അവിടെ ആയിരിക്കും ഈ സർക്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ റേഡിയസ് 50 ആണ് കൊടുത്തത്, റേഡിയസ് 100 ആണ് കൊടുത്തത്, അപ്പോൾ ഡയമീറ്റർ എന്ന് പറയുന്നത് 200 വരും. ഇതുപോലെ നമ്മളിപ്പോൾ റേഡിയസ് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ റേഡിയസ് 100 എന്നുള്ളതായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ 100 റേഡിയസ് ഉള്ളൊരു സർക്കിളാണ് വരച്ചത്. ഈ സെയിം ലൈൻ തന്നെ നമുക്ക് ഉപയോഗിച്ചിട്ട് ഇപ്പം സി ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു, ടാൻ റേഡിയസ് കൊടുത്തു, ഫസ്റ്റ് ടാൻജന്റ് ലൈൻ ഇതും സെക്കൻഡ് ടാൻജന്റ് ലൈൻ ഇതും കൊടുത്തു. റേഡിയസ് ഞാനൊരു 500 ആണ് കൊടുക്കുന്നതെന്ന് വെച്ചോ, എൻ്റർ അടിച്ചു. അപ്പോൾ 500 റേഡിയസ് വരുന്നൊരു സർക്കിൾ ഈ 2 ലൈനും ടാൻജന്റ് ആയിട്ട് വരുന്നത്. ഇപ്പം ഇതിപ്പം നമ്മൾ ഇങ്ങനത്തെ കേസിൽ നോക്കുവാണെങ്കിൽ ഇത് രണ്ടും ടച്ച് ചെയ്തിട്ടില്ലല്ലോ എന്ന് തോന്നാം. നമുക്ക് വേണമെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം, ഈ ലൈനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ ആയിരിക്കും ഇത് വരുന്നത്. ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു ലൈനും കൂടെ വരയ്ക്കുകയാണ്. എന്നിട്ട് അതിനെ ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ് ഡബിൾ സ്പേസ് എന്ന് കൊടുത്തു. എൻ്റർ അടിച്ചു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, പെൻസ് കൊടുത്തിട്ട്
എന്നാണിത്. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് ഫെൻസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു, എന്നിട്ട് വേണ്ട ഈ ലൈനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ലൈനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഈ ഒരു പോർഷൻ ജസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്തായിരിക്കും ഈ ലൈൻ അവിടെ പോയേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു റേഡിയസ് വാല്യൂ പറയുന്നത് അനുസരിച്ചിരിക്കും. ആ രണ്ട് ടാൻജന്റ് ലൈനും അതിന്റെ റേഡിയസ് വാല്യൂ എങ്ങനെയാണോ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും ഈ ഒരു സർക്കിളിന്റെ പ്ലേസ്മെന്റ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഇതൊന്നും കൂടെ പറയാണ്. ലൈൻ എടുത്തു, ഈ രണ്ട് ഇങ്ങനെ ഒരു ലൈനാണ്. അപ്പൊ ഞാനിവിടെ സി എൻ്റർ അടിച്ചു, ടാൻ റേഡിയസ് എന്നുള്ളത് എടുത്തു. ഫസ്റ്റ് ടാൻജന്റ് ലൈൻ ഇതും സെക്കൻഡ് ടാൻജന്റ് ലൈൻ ഇതും കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ റേഡിയസ് കൊടുത്തത് ഇപ്പോൾ 200 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ്. എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ആ സർക്കിൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് ടാൻ റേഡിയസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഇത് തന്നെ ഇപ്പം രണ്ട് സർക്കിളുണ്ട്. സി എൻ്റർ അടിച്ചു, ടാൻ റേഡിയസ് എടുത്തു. ഫസ്റ്റ് ടാൻജന്റ് സെക്കൻഡ് ടാൻജന്റ് കൊടുത്തു. റേഡിയസ് ഞാനൊരു 200 കൊടുത്തു എന്ന് വെച്ചു. അപ്പോൾ നമുക്ക് സർക്കിൾ വേണമെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ടച്ച് ചെയ്യുന്നത് ഈ സർക്കിളിൽ എവിടെയാണോ നമ്മൾ ടാൻജന്റ് കൊടുത്തത് അതനുസരിച്ചായിരിക്കും ഇവിടെ ടച്ച് ചെയ്യുന്നത്. അതുപോലെ ഈ സർക്കിളിനും ടാൻജന്റ് പോയിന്റ് കൊടുത്ത പോയിന്റിലും മാത്രമേ ഇത് തമ്മിൽ ഒരു ടച്ചിങ് പോയിന്റ് ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ലാസ്റ്റ് മെത്തേഡാണ് ടാൻ എന്ന് പറഞ്ഞത്. ഇപ്പം നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കേസ് ഇപ്പം ഞാനൊരു ട്രയാങ്കിൾ പോലെ വരച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിളിനുള്ളിൽ എല്ലാ ലൈനിലും ടച്ച് ചെയ്യുന്ന രീതിയിലൊരു സർക്കിൾ വരണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടാൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. സി എൻ്റർ അടിച്ചു. ആദ്യം നമ്മൾ 3P എന്നുള്ള ഓപ്ഷൻ എടുക്കുക. 3P എന്നുള്ള എടുത്തു. എന്നിട്ട് ടാൻ എന്ന് ടൈപ്പ് ചെയ്യുക. കീബോർഡിൽ ടാൻ എന്ന് ടൈപ്പ് ചെയ്യുക, സ്പേസ് അമർത്തുക. അപ്പോൾ ടാൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് ടാൻ 2 എന്നാവും. എന്നിട്ട് ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്യുക. ഇതുപോലെ തന്നെ വീണ്ടും ടാൻ എന്ന് ടൈപ്പ് ചെയ്തു, സ്പേസ് കൊടുത്തു, സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്തു. ഇതുപോലെ തന്നെ ടാൻ എന്ന് ടൈപ്പ് ചെയ്തു, സ്പേസ് അമർത്തിയിട്ട് തേർഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അപ്പം നമുക്ക് ഈ 3 ലൈനിനുള്ളിൽ ഒരു സർക്കിൾ വരുന്ന രീതിയിലായിരിക്കും നമുക്കിവിടെ ഫിഗർ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഓപ്ഷൻ ഇപ്പം നമ്മുടെ സർക്കിളിൻ്റെ കേസിൽ മെയിനായിട്ട് ഈ ഒരു 6 മെത്തേഡുകളാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഏത് മെത്തേഡാണോ ഇപ്പം നമ്മുടെ ഒരു ആവശ്യം അനുസരിച്ച് ഇതിൽ ഏത് മെത്തേഡാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് അവിടെ സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സർക്കിൾ എന്ന് പറഞ്ഞ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും ഒന്ന് വരച്ച് നോക്കുക. പിന്നെ ഈ ഓരോ ടോപ്പിക്കിനെയും പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട് ഉള്ളവർ ആ വീഡിയോസും കൂടെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു.